ചതീശ, നീ തുലാഭാരം നടത്തേണ്ടുന്നത് ഉണ്ണിയപ്പം കൊണ്ടല്ല, കേക്ക് കൊണ്ട്. പ്രിയമുള്ളവരെ, വി ഡി സതീശൻ ഇന്ന് കൊല്ലം പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം നടത്തി. വിഘ്നങ്ങൾ ഒഴിവാക്കി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേക്കച്ചൻ ഇപ്രകാരം ഒരു ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം നടത്തിയത്. നമ്മൾ ഓർക്കണം, കേരളം പിണറായി ദുർഭരണത്തിൽ പൊറുതിമുട്ടുകയാണ്. ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ശക്തമായി പ്രതികരിക്കേണ്ടുന്ന ഒരു സമയമാണിത്. നിരവധി പ്രശ്നങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നു. അതുപോലെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആ വിഷയം ആളിക്കത്തിക്കൊണ്ടു നിൽക്കുന്നു. CPIയെ CPM-ൽ നിന്നും വിടർത്തി UDF-ന്റെ ഒരു ഭാഗമാക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള വലിയ ഒരു അവസരം നിൽക്കുന്ന സമയം. ഇപ്രകാരം ശക്തമായ സമരം നയിക്കേണ്ടുന്ന യുവജന വിഭാഗത്തെ ബാറ്റിൽ ഫിറ്റഡ് ആക്കി മാറ്റേണ്ടുന്ന ആ സമയത്ത് തന്നെ, അതുപോലെ തന്നെ ഒരു സുപ്രധാന കാര്യം, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പണി കൊടുത്ത് ഒതുക്കിയ ശേഷം ഇവന്മാരുടെ പെട്ടിച്ചുമപ്പുകാരായ ചുമതലക്കാരെ ഇന്ന് ഇൻഡക്ട് ചെയ്യുന്ന ദിവസമായിരുന്നു. ആ സമയം തന്നെ ഇന്ന് ഉച്ചയ്ക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെയും മറ്റു ഭാരവാഹികളുടെയും ആ സ്ഥാനാരോഹണ ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നത്. ആ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാതെ മനഃപൂർവ്വം വിട്ടുനിന്ന് ആ സമയം ഉച്ചയ്ക്ക് 1:30 കൊല്ലം പന്മന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി ഈ കേക്കച്ചൻ, ഈ പാർട്ടിയുടെ കുളം തോണ്ടുന്നവൻ, ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം നടത്തുകയാണ്. ഒന്നോർത്തു നോക്കിയേ. ഒരു സൈഡിൽ പ്രാണവേദന, മറു സൈഡിൽ വീണവായന. ഈ പാർട്ടിയുടെ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഈ കേക്കച്ചൻ ഈ പാർട്ടിയെ നശിപ്പിക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണിത്. വളരെയേറെ വിവാദങ്ങൾക്ക് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെയും മറ്റു ഭാരവാഹികളെയും തിരഞ്ഞെടുത്ത് അവർ ചുമതലയേൽക്കുന്ന, അവർക്ക് ശക്തി പകർന്ന് അവരെ ഈ പിണറായിയുടെ ദുർഭരണത്തിനെതിരെ ബാറ്റിൽ ഫിറ്റഡാക്കി നിരത്തിലേക്ക് ഇറക്കി വിടേണ്ടുന്ന ആ നേതാവ് തന്നെ പോയി ഇതാ ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം നടത്തുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കണ്ടത് നമ്മുടെ കേക്കച്ചൻ പോയി കൊല്ലത്ത് നടത്തിയ ആ ഉണ്ണിയപ്പ തുലാഭാരമാണ്. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ 8000-ഓളം ഉണ്ണിയപ്പം കൊണ്ടാണ് തുലാഭാരം നടത്തിയത്. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ആ ഉണ്ണിയപ്പം തന്നെ ഉണ്ടാക്കുന്നതിനായി കൊട്ടാരക്കരയിൽ നിന്നും ആ ക്ഷേത്രത്തിലെ ജീവനക്കാരെ, ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ജീവനക്കാരെ പ്രത്യേകം തച്ചുകൊടുത്ത് കൊല്ലം പന്മന ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ ഏതാണ്ട് 8000-ലധികം ഉണ്ണിയപ്പം ലൈവായി ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ കേക്കച്ചന് തുലാഭാരം നടത്തിയത്.
കാരണം വിഘ്നങ്ങൾ ഒഴിയണം. കേക്കച്ചന്റെ മുന്നിൽ ഇപ്പോൾ വിഘ്നമാണത്രേ. രാഹുലിനെ എന്ന് ഇയാൾ പണിഞ്ഞോ അന്ന് മുതൽ കേക്കച്ചന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് ചുരുക്കം. ഇപ്പോൾ പാർട്ടിയിൽ ഇയാളുടെ അവസ്ഥ നോക്കുക. ഇയാൾ ഒറ്റപ്പെട്ടു. ഇയാളുടെ ഏതാനും സിൽബന്ദികൾ മാത്രമാണ്. ഒരു സൈഡിൽ കൂടെ പണമിറക്കി PR ഏജൻസികളെ കൊണ്ട് ഇയാൾ PR ആക്ടിവിറ്റി നടത്തുന്നു. മാധ്യമങ്ങൾക്ക് പണം കൊടുത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രോഗ്രാമുകളിൽ ഈ കേക്കച്ചന്റെ ബൈറ്റ് മാത്രമേ മാധ്യമങ്ങളിൽ വരത്തുള്ളൂ. PR ഏജൻസികൾക്ക് പണം കൊടുത്ത് ഇദ്ദേഹം നൽകുന്ന മറ്റു നേതാക്കന്മാരൊന്നും ഒരു ബൈറ്റ് കൊടുത്താൽ ഇന്ന് മാധ്യമങ്ങളിൽ വരില്ല. കേക്കച്ചൻ കൊടുത്താലേ വരൂ. കാരണം മാധ്യമങ്ങളെ ഇയാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ മാധ്യമങ്ങളെ വിലക്കെടുത്തു. ജനങ്ങളുടെ കണ്ണ് മാത്രം മൂടിക്കെട്ടുവാൻ സാധിക്കത്തില്ല. മുന്നിലുള്ള ഏറ്റവും വലിയ വിഘ്നം എന്ന് പറയുന്നത് ഈ കേക്കച്ചനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 250 ദിവസം നീണ്ടു നിൽക്കുന്ന മിഷൻ 250 എന്ന ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചു. ഈ കേക്കച്ചനെ ഇവന്റെ മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് കിട്ടാതെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്രകാരം ഒരു ക്യാമ്പയിൻ ജനങ്ങൾ ആരംഭിച്ചത്. അതിൽ ഭയന്ന് ആ വിഘ്നം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിതാ 8000-ലധികം ഉണ്ണിയപ്പവുമായി കേക്കച്ചൻ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിനും കൈക്കൂലി കൊടുത്ത് ഈ ഉണ്ണിയപ്പം അങ്ങോട്ട് സ്വീകരിച്ചിട്ട് എന്നെ അങ്ങ് അനുഗ്രഹിച്ചേക്കണേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തിനും കൈക്കൂലി കൊടുത്ത് ഈ കേക്കച്ചൻ തുലാഭാരം നടത്തുകയാണ്. ആ സമയം നിങ്ങൾ ഓർക്കണം, വളരെ സുപ്രധാനമായ ഒരു കാര്യം തിരുവനന്തപുരത്ത് നടക്കുകയായിരുന്നു. ഈ പാർട്ടിയുടെ നട്ടല്ലാകേണ്ടുന്ന യുവജന സംഘടനയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെ, പുതിയ ഭാരവാഹികളെ അവർ ചുമതലയെടുക്കുന്ന ആ നിമിഷത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അവർക്ക് വേണ്ടുന്ന പ്രചോദനം നൽകി അവരെ അനുഗ്രഹിച്ച് ഫീൽഡിലേക്ക് ഇറക്കേണ്ടുന്ന ആ സമയത്ത് ഇവൻ പോയി, നാണം കെട്ടവൻ പോയി ക്ഷേത്രത്തിൽ ദൈവമേ എന്നെ മാത്രം അനുഗ്രഹിക്കണേ, എനിക്ക് വിഘ്നങ്ങളൊന്നും വരരുതേ എന്ന് വിഘ്നേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് 8000 ഉണ്ണിയപ്പം തുലാഭാരം നടത്തിയിരിക്കുകയാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിയാൽ മറ്റൊരു കാര്യം മനസ്സിലാക്കാം. ഇതിനു മുമ്പും പലതവണ ഇത്തരത്തിലുള്ള പരിപാടികളുമായി പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് മെയ് 20 2024 പുറപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഏതാണ്ട് 75 കിലോ പഞ്ചസാര കൊണ്ട് തുലാഭാരം ഇയാൾ നടത്തിയിരുന്നു. ഇതിനു മുമ്പ് 2001 പോയി മലയാറ്റൂരിൽ മല ചവിട്ടിയിരുന്നു. അങ്ങനെ അതിനുശേഷം പോയി ടിജോ എന്ന ഒരു പൈശാചികദാസന്റെ അടുത്ത് പോയി അവന്റെ പ്രാർത്ഥന, അവന്റെ പൈശാചിക കേന്ദ്രത്തിൽ പോയി ഇയാൾ അനുഗ്രഹം പ്രാപിച്ചിരുന്നു. നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഉമാ തോമസുമായി ആന്റണിയും ഒപ്പം പോയി പത്തനംതിട്ടയിലുള്ള ഒരു പൈശാചികദാസന്റെ അടുത്ത് പോയി അയാളുടെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടിയിരുന്നു. ഓർക്കുക, ഈ പ്രസ്ഥാനം ഇത്രയും പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ഓർക്കണം, ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ മാറ്റി വലിയ വിവാദങ്ങൾ കഴിഞ്ഞ 70-85 ദിവസം ഈ കേരള സംസ്ഥാനത്തിൽ ഈ വിഷയം ഒരു വളരെ വിവാദമായി കത്തി നിൽക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും അതിനെ തുടർന്ന് ഇവരുടെ വെറും പെട്ടിയെടുപ്പുകാരന്മാരായ വെറും മൂടുതാങ്ങികളായ 4 പേരെ ആ പദവിയിലേക്ക് കെട്ടിയിറക്കുകയും അതിനെ തുടർന്ന് പല വിവാദങ്ങൾ ഉണ്ടാകുകയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ സാന്നിധ്യമാകേണ്ടിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ത് ചെയ്യണമെന്നറിയാതെ പിന്നോട്ട് വലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം ഇവരെ അനുനയിപ്പിച്ച് ഒരു വിധത്തിൽ ഇന്ന് ആ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കേണ്ടിയിരുന്ന ആ സമയത്ത് തന്നെയാണ് ഇയാൾ വിട്ടുനിന്നത്. പ്രതിപക്ഷ നേതാവ് ഇപ്രകാരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഒരു വാർത്തയും വിവാദവുമാകാതിരിക്കുവാൻ വേണ്ടി ഇവർ ചെയ്ത മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ചടങ്ങിൽ നിന്നും ഇതിൻ്റെ എല്ലാം കാരണഭൂതനായ KC വേണുഗോപാലും വിട്ടുനിന്നു. അതുപോലെ AICC നിരീക്ഷക എന്ന് പറയുന്ന പൊട്ടുമാമി ഇവരുടെ ചട്ടുകവും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഇയാളുടെ സിൽബന്ദികൾ നമ്മുടെ അരമന കിങ്ങിണിയെയും AP അനിൽകുമാറിനെയും വിഷ്ണുനാഥിനെയും
അതുപോലെ ഷാഫി പറമ്പിലിനെയും ഒക്കെ ഏൽപ്പിച്ച് ഇത് അപ്രകാരമുള്ള KC ഗ്രൂപ്പിന്റെ ഒരു ചടങ്ങാക്കി അവരുടെ ആശീർവാദത്തോടെ അവർ ഒരു വിധത്തിൽ ഈ പരിപാടി നടത്തിയെടുത്തു എന്ന് മാത്രം. ഇതിൽ ബാക്കി എല്ലാ പ്രധാനികളും പങ്കെടുത്ത് VD സതീശന്റെ ആ അഭാവം ശ്രദ്ധിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് മറ്റു മുതിർന്ന പല നേതാക്കന്മാരെയും ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി ഇതൊരു ഒരു പരിപാടിയാക്കി മാറ്റിയത്. നിങ്ങൾ ഓർക്കണം, യൂത്ത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം, പുതിയ ഭാരവാഹികൾ മനസ്സിലാക്കണം, ഈ പ്രസ്ഥാനം നിങ്ങൾക്ക് നൽകുന്ന വില എന്താണ് എന്ന്. ഈ പരിപാടിയുടെ മുൻപന്തിയിൽ നിന്ന് നയിക്കേണ്ടുന്ന ആ പ്രതിപക്ഷ നേതാവ് പോയി അവിടെ ഉണ്ണിയപ്പ നേർച്ചയ്ക്ക് പോയി കുത്തിയിരിക്കുകയാണ് 1:30. ആ ഉണ്ണിയപ്പ നേർച്ചയാണ് നിങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങിനേക്കാൾ ഇയാൾക്ക് പ്രധാനം വലുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എത്ര വില തരുന്നുണ്ട് ഈ നേതൃത്വം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ പ്രസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയം നോക്കുക, ഇവരായിട്ട് തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി. രാഹുൽ മാങ്കൂട്ടത്തെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്തു. കഴിഞ്ഞ 80-85 ദിവസത്തോളം ഇത് വിവാദമായി ചർച്ച ചെയ്തു. അത് പാർട്ടിക്ക് മൊത്തത്തിൽ വളരെയേറെ ഡാമേജ് ചെയ്തു. അതെല്ലാം പോരാഞ്ഞിട്ട് ഇവന്മാർ യാതൊരു ഘടകത്വമില്ലാത്ത ഒരു 4 പുതിയ ഭാരവാഹികളാക്കി തിരഞ്ഞെടുത്തു. അവരെ ഇൻഡക്റ്റ് ചെയ്തു. ആ സമയത്ത് തമ്മിലടി. ഇതിന് കാരണക്കാരനായ കേക്കച്ച ഇത് ദൈവം ഇതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. ആ രാഹുലിനെ ഒതുക്കിയ ഈ നാണംകെട്ട കേക്കച്ചന് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഇല്ലാതെ പോയി. അയാൾക്ക് ഋണഹൃദനായി മാറി നിൽക്കേണ്ട ഒരു അവസരം വന്നു. അയാൾ ഓരോ ദിവസവും ഈ പാർട്ടിയിൽ നിന്നും ഒന്നുമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ദൈവത്തെ കൂട്ടുപിടിക്കാൻ പോയിരിക്കുകയാണ്. ഇത് ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം നടത്തിയത് കൊണ്ടോ, പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തിയത് കൊണ്ടോ, ഏത്തക്ക കൊണ്ട് തുലാഭാരം നടത്തിയത് കൊണ്ടോ കേക്കച്ച നീ രക്ഷപ്പെടത്തില്ല. നീ ചെയ്യേണ്ടുന്നത്, നിന്റെ കയ്യിലിരിപ്പ് വെച്ച്, നിന്റെ സ്വഭാവം വെച്ച് നീ ചെയ്യേണ്ടുന്നത് വരുന്ന ഡിസംബറിൽ കേക്ക് കൊണ്ട് തുലാഭാരം നടത്തുക. ഒരു വെറൈറ്റി ആയിക്കോട്ടെ, അതും ഒരു വാർത്തയാകും, ഒരു PR മൈലേജ് കിട്ടും. അതുകൊണ്ട് ഈ ഉണ്ണിയപ്പമോ മറ്റു സാധനങ്ങളോ വെച്ചല്ല നീ തുലാഭാരം നടത്തേണ്ടുന്നത്, കേക്ക് കൊണ്ട് തുലാഭാരം നടത്തുക. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന് കൈക്കൂലി കൊടുത്തോ, ഉണ്ണിയപ്പം കൊടുത്തോ, പഞ്ചാര കൊടുത്തോ, നാണയങ്ങൾ കൊടുത്തോ ദൈവത്തെ വരുതിയിലാക്കി വരുന്ന തവണയും പറവൂരിൽ നിന്ന് നീ വിജയിച്ചു കയറുമെന്ന് കരുതരുത്. കാരണം ഇവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, നേതാക്കന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നവൻ ഇടംകോലിട്ട് നിൽക്കുകയാണ്. നമുക്ക് അറിയുവാൻ സാധിച്ചത് നാളെ നടക്കുവാനിരിക്കുന്ന 28-ാം തീയതി നടക്കേണ്ടിയിരുന്ന KPCC ഭാരവാഹികളുടെ മീറ്റിംഗ് ഈ കേക്കച്ചന്റെ ഇടംപിരിവ് കൊണ്ട് വീണ്ടും മാറ്റി വെച്ചിരിക്കുകയാണ്. ഇയാൾ ഇടംപിരിവെടുത്ത് നിൽക്കുകയാണ്. ഇയാളുടെ ഇയാളുടെ തീവട്ടിക്കൊള്ളയ്ക്ക് പങ്കാളിയായ അനിലിനെ, ചെമ്പഴന്തി അനിലിനെ DCC അധ്യക്ഷനാക്കാത്തതിനെ തുടർന്ന് ഇയാൾ ഇടംപിരിവെടുത്ത് നിൽക്കുകയാണ്. തലസ്ഥാന നഗരിയിലെ DCCയും ഇയാളുടെ കൂടെ നിൽക്കണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ ഇയാൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് ഇയാൾക്കറിയാം. അതുകൊണ്ടാണ് അപ്രകാരം ഒരു പിടിവാശി പിടിച്ചു നിൽക്കുന്നത്. ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കി ഏത് സമയത്തും, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്രയും വേഗം ഈ കേക്കച്ചനെ, പ്രസ്ഥാനം പ്രാണവേദന കൊണ്ട് പിടിയുമ്പോൾ വീണവായനയും കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരെ സമരമുഖത്തേക്ക് പറഞ്ഞു വിടേണ്ടുന്ന ആ സമയത്ത് ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം നടത്താൻ പോയ ഈ നാണംകെട്ടവനെ ഈ പ്രസ്ഥാനത്തിന് വേണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അതുപോലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതാണ് ഇവന്റെ സ്വഭാവം. ഇവന്റെ വ്യക്തിഗത വിജയത്തിനു വേണ്ടി, നേട്ടത്തിനു വേണ്ടി ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം പോയേക്കുന്നു. ഇതൊന്നും ആരും എതിരല്ല. പക്ഷേ ഓർക്കണം, ഏത് സമയത്താണ് പോയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇയാളുടെ ഈ സ്വാർത്ഥത ജനങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആ ദൃശ്യം നിങ്ങളൊന്ന് നോക്കുക. ആ ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം നടത്തുന്ന ആ ദൃശ്യം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അദ്ദേഹം ആ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കൃത്യമായിട്ടും ഇതൊരു PR ഏജൻസിയാണ്, ഒരു PR വർക്കാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ പോസ്റ്ററും ഇദ്ദേഹത്തിൻ്റെ ആ എല്ലാ എക്സ്പ്രഷനും വരാവുന്ന രീതിയിൽ ഇത് ഷൂട്ട് ചെയ്ത് ഉടൻ തന്നെ ഇത് റീലുണ്ടാക്കി.
റീലുണ്ടാക്കി തേൻകണി അജിത്തിന്റെ ചാനലിൽ, ഇയാളുടെ ബിനാമി ചാനലായ തേൻകണി അജിത്തിനെ പിന്നിൽ നിർത്തി, അയാൾ ഇപ്പോൾ മുന്നിൽ വരുന്നില്ല, അയാൾ പിന്നിലിരുന്ന് പ്രവർത്തിക്കുന്ന ആ ചാനലിലൂടെ അവരുടെ റീലാണ് ആദ്യമേ ഇത് പുറത്തു വന്നത്. എന്നിട്ട് എല്ലാ മാധ്യമങ്ങൾക്കും പത്രവാർത്ത ഇവരുടെ PR ഏജൻസി നൽകി. വി ഡി സതീശൻ ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം നടത്തി എന്ന് പറഞ്ഞ്, അതാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വാർത്ത. ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ വാർത്തയാണത്. ഈ നാണം കെട്ടവനെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയുക, തീരുമാനിക്കുക. മിഷൻ 250യുടെ 14ാം ദിനം നിങ്ങൾ തീരുമാനിക്കുക, ഇതുപോലൊരു സ്വാർത്ഥനെ നമുക്ക് വേണോ വേണ്ടയോ എന്ന്. എത്രയും വേഗം കോൺഗ്രസ് പ്രസ്ഥാനം ചെയ്യേണ്ടുന്നത് ഈ പ്രസ്ഥാനത്തെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഇയാൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? വർദ്ധിത വീര്യത്തോടെ സമരമുഖത്തേക്ക് ഇറങ്ങുവാൻ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്ത് സന്ദേശമാണ് ഈ കേക്കച്ചൻ നൽകുന്നത്? ഇയാൾക്ക് എന്തെങ്കിലും ഒരു വോയിസ് ഇനി ഉണ്ടാവുമോ? ഇപ്രകാരം ഒരു ചടങ്ങിൽ പോലും പങ്കെടുക്കാതെ ഉണ്ണിയപ്പ തുലാഭാരം നടത്താൻ പോയേക്കുന്നു. ഇത് നമ്മളൊരു ചൊല്ലുണ്ട് നാട്ടിൻപുറത്ത്, വേട്ടമുറുകുമ്പോൾ നായ്ക്ക് തൂറാമുട്ടെന്ന്. ഏതാണ്ട് അതുപോലല്ലേ ഇത്? ഒരു സംഘടന മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി അവിടെ സുസജ്ജമായി പടപ്പുറപ്പാട് നടത്തുമ്പോൾ ആ യുദ്ധത്തിന് ഇറങ്ങുന്ന സമയം തന്നെ കേക്കച്ചൻ ഓടുകയാണ്. എന്തിന്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.